ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഡിന്നർ പ്ലാൻ ഐഡിയാസിൻ്റെ 4th ഡേ ആണ്. നമ്മളൊരു ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഈ സേമിയം വെച്ചിട്ടാണ്. അതിന് വേണ്ടി 2 കപ്പ് ക്യാരറ്റ് സേമിയം എടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഈ സേമിയം കുറച്ച് വലുതായിട്ടല്ലേ കിടക്കുന്നത്, അതൊന്ന് ചെറുതാക്കി എടുക്കണം. ഇപ്പൊ ഈ സേമിയത്തിൽ വലുതായി കിടന്ന പീസസ് ഒക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, ചെറുതാക്കിയിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പോളം വെള്ളം എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നനച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ഒഴിക്കണ്ട, കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നനച്ചാൽ മതി. കുറച്ച് കൂടുതലായിട്ട് തന്നെ നനഞ്ഞു നിന്നോട്ടെ കേട്ടോ. നമുക്കറിയാമല്ലോ, ഇത് പിടിച്ചു നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് നനഞ്ഞിരിക്കണം. സേമിയം കുറച്ച് ബലത്തിലല്ലേ ഇരിക്കുന്നത്, അപ്പൊ അതൊന്ന് കുതിർന്ന് കിട്ടണം. നമുക്കിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അറിയാം, ആ ഒരു പരുവത്തിൽ നമുക്ക് ഇത് നനച്ചെടുക്കണം. ഇനി നമ്മളിവിടെ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നനച്ച് വെച്ചിരിക്കുന്ന സേമിയം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കൈ വെച്ചിട്ട് ആ ഇടിയപ്പത്തിന്റെ ആ ഷേപ്പിലോട്ട് കൈ കൊണ്ടൊന്ന് ആക്കി കൊടുത്തേക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അവിടെ 2 ട്രേയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. അപ്പൊ ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് നല്ലതുപോലെ ചൂടാറിയിട്ട് വേണം നമ്മളിത് പ്ലേറ്റിലോട്ട് മാറ്റാൻ, അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇത് പ്ലേറ്റിലോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമുക്കിത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് വെക്കാം. നമ്മുടെ ക്യാരറ്റ് സേമിയം വെച്ചിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് നമ്മൾ ഇതിലോട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആ ഒരു ഷേപ്പിലോട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. ഒരേ ഷേപ്പിൽ തന്നെ, അല്ലെങ്കിൽ ഒരേ ടേസ്റ്റിൽ തന്നെ, ഒരേ രീതിയിൽ തന്നെ പുട്ടും അതുപോലെ ഉപ്പുമാവും ഒക്കെ ഇത് വെച്ച് ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഒരു ദിവസം നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പൊ നമുക്ക് ഏത് സമയത്തും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറൊക്കെ ഒന്ന് തന്നേക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ. ഓക്കെ, താങ്ക് യു.